പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം അറിയിക്കുന്നു. സങ്കീർത്തനങ്ങൾ 139 23 24 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് ദൈവത്തോട് തൻ്റെ വിഷയങ്ങളെ, തൻ്റെ പുറവശങ്ങളെ, താൻ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ള നിലവാരങ്ങളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോയിട്ട് ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകൾ അറിയണമേ, വ്യസനത്തുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിലേക്ക് എന്നെ നടത്തണമേ എന്ന് ദൈവഭക്തൻ ദൈവസന്നിധിയിൽ ദൈവത്തോട് തൻ്റെ ജീവിത യാത്രയിൽ, തൻ്റെ നിഗമനങ്ങളിൽ, തൻ്റെ ചിന്തയിൽ, നോട്ടത്തിൽ, ഭാവത്തിൽ, സംസാരത്തിൽ, കൊടുക്കൽ വാങ്ങൽ വിഷയങ്ങളിൽ, ഇടപാടുകളിലൊക്കെയും, തൻ്റെ നിരൂപണങ്ങളിലൊക്കെയും എന്തെങ്കിലും കുറവശങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് കർത്താവ് ഒന്ന് പരീക്ഷിക്കണമെന്ന്, ഒന്ന് ശോധന ചെയ്ത് തൻ്റെ ഹൃദയത്തെ അറിയണമെന്ന് ഇത്തരത്തിലൊക്കെ അവിടെ തൻ്റെ ഉള്ള അവസ്ഥ ഉള്ളതുപോലെ ദൈവത്തോട് ഷെയർ ചെയ്യുകയാണ്. നോക്കണേ, അവിടെ 4 തരത്തിലുള്ളതായ ആ പ്രധാന കാര്യങ്ങളാണ് ഭക്തൻ ദൈവത്തോട് എടുത്തു പറയുക. എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമെന്ന ഒന്ന്. രണ്ടാമത്, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമെന്ന നോക്കണേ, രണ്ടായും. മൂന്നാമത്, വ്യസനത്തിലുള്ള മാർഗം ഇതിലുണ്ട് എന്ന് നോക്കണേ, ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമെന്ന്. അപ്പോൾ നോക്കണേ പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ളതായ ഭക്തൻ ദൈവസന്നിധിയിൽ തൻ്റെ നിരന്തരമായ അനുഭവങ്ങളുടെ ബന്ധത്തിൽ താൻ ദൈവത്തോട് ഇത്തരത്തിലൊക്കെയും സമർപ്പണ മനോഭാവത്തോടെ, കുറ്റമറ്റ മനസാക്ഷിയോടെ, ഒരു തരത്തിൽ ഒരു അനുതാപമുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ തൻ്റെ കുറവശങ്ങളെ, തന്നിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ദൈവത്തോട് പറഞ്ഞ് മനസ്സിലാക്കി ഒരു നിരപ്പ് പ്രാപിക്കൽ, ഒരു ശുദ്ധീകരണ മനോഭാവം പ്രാപിക്കുവാൻ വേണ്ടിയാണ് ദൈവഭക്തൻ ദൈവസന്നിധിയിൽ ഈ തരത്തിൽ ദൈവത്തോട് അന്വേഷിക്കുന്നത്. എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് വല്ലാത്ത ഒരു സാധനമാണ്, ഒരു സംഗതിയാണത്. അതെന്തുകൊണ്ടെന്നാൽ യിരെമ്യാവ് 17:9 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും നിറഞ്ഞത്, അതാരാഞ്ഞറിയുന്നവൻ ആരെന്നാണ് അവിടെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ, ഹല്ലേലൂയ. അപ്പോൾ ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും നിറഞ്ഞത്, അതാരാഞ്ഞറിയുന്നവൻ ആരെന്ന് ദൈവത്തോട് താൻ അങ്ങനെ പറയുകയാണെങ്കിൽ, അപ്പോൾ നമ്മുടെ ഹൃദയത്തെക്കുറിച്ച് നാം സ്വയം ഒന്ന് ചിന്തിച്ച് വിലയിരുത്തിക്ക്. നോക്കണേ, അവിടെ കൊണ്ട് തീരുന്നില്ല പ്രിയമുള്ളവരെ. അതിന് 10-ാം വാക്യം കൂടി വായിക്കുമ്പോൾ, യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തൻ അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു എന്ന് അവിടെ നിന്നും എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കതായ പ്രതിഫലം ദൈവത്തിൻ്റെ പക്കൽ ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ദൈവത്തിന് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ, ഇവിടെ ഭക്തന്റെ നിലവാരം നമ്മൾ മനസ്സിലാക്കിയാൽ, ഭക്തൻ കുറവശങ്ങളില്ലാത്ത ആരുമില്ല. ദൈവഭക്തൻ്റെതായ ജീവിതത്തിൽ ധാരാളം തിക്താനുഭവങ്ങളിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ്. എങ്കിൽ പോലും താൻ ഒരു ശുദ്ധീകരണ മനോഭാവത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ദൈവത്തോട് കെഞ്ചുന്നതായ ഒരു പ്രാർത്ഥനയായിട്ടാണ്, അനുതാപ പ്രാർത്ഥനയായിട്ടാണ് നമുക്കവിടെ ഈ സങ്കീർത്തന ഭാഗത്തിൻ്റെ ഈ ഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. സങ്കീർത്തനങ്ങൾ 139 23 24 വാക്യങ്ങൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യങ്ങളാണ്. എന്നാൽ 133 1-ാം വാക്യത്തിൽ ഭക്തൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത ഒരു വ്യക്തിയായിരുന്നു. നോക്കണേ, അവിടെ ഭക്തൻ്റെതായ നിലവാരം നമുക്ക് മനസ്സിലാക്കുമ്പോൾ, നാം മനസ്സിലാക്കിയാൽ അവിടെ പറയുന്നത് എന്താ? സങ്കീർത്തനം 139 1-ാം വാക്യത്തിൽ, യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. അപ്പോൾ നോക്കണേ, അപ്പോൾ ഇവിടെ ഭക്തൻ താൻ ദൈവസന്നിധിയിൽ പോസിറ്റീവായിരിക്കുന്നു എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. എന്നാൽ പിന്നത്തേതിൽ അതിന് അവസാനത്തേക്ക് വരുമ്പോഴാണ്
തൻ്റെ ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുണ്ട് എന്ന് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഇത്തരത്തിൽ തന്നെയാണ് പ്രിയമുള്ളവരെ. ഏറ്റക്കുറച്ചിലുണ്ടാവാം. സ്തോത്രം. നാം ആരെയും വിധിക്കരുത്. ഒരുപക്ഷെ ഉദാഹരണമായി ഞാൻ റൈറ്റ് ആയിരുന്നാൽ നിങ്ങൾ റോങ് ആയിരിക്കും, നിങ്ങൾ റോങ് ആയിരുന്നാൽ ഞാൻ റൈറ്റ് ആയിരിക്കും. അപ്പോൾ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ കുറവശങ്ങൾ ഇല്ലാത്തവരാരും കാണത്തില്ല. അപ്പോൾ നമ്മൾ ആരെയും വിധിക്കുവാനാ നമ്മൾ ആരുമല്ല. ദൈവത്തിന് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഭക്തൻ്റെതായ നിലവാരം നമ്മൾ ചിന്തിക്കുമ്പോൾ 139 1-ാം വാക്യത്തിലേക്ക് താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ ഭക്തൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ പെർഫെക്റ്റ് ആയിരുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയും. അതവിടെ പറയും, യഹോവയെ ഞാൻ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് എല്ലാം നീ അറിയുന്നു. സ്തോത്രം. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. നോക്കണേ, തമ്പുരാന്റെ വഴി, ദൈവത്തിന്റെ സന്നിധിയിൽ താൻ എല്ലാം ഒന്ന് തുറന്നു പറയുകയാണ്. അപ്പോൾ ദൈവം തന്നെ ശോധന ചെയ്ത് കഴിഞ്ഞ സന്ദർഭത്തിൽ അത് കഴിഞ്ഞ് പിന്നെ വരുമ്പോൾ ഏറ്റവും അതിന്റെ അവസാനം വരുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത്, ദൈവമേ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയം തരയണമെന്നാണ്. അപ്പോൾ ഹൃദയം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ചിന്തിച്ചില്ലേ, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവും നിറഞ്ഞത്. അതാരാന്നറിയുന്നവനാരെന്ന. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെതായ വിളക്കെന്ന് പറയുന്നത് കണ്ണാണ്. അപ്പോൾ ഈ കണ്ണായാലും ഹൃദയമായാലും നാവായാലും ഇവ മൂന്നും നമ്മുടെ ജീവിതത്തിൽ, സ്തോത്രം, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ ശരീരത്തെ കാത്തു തിന്നുന്നതായ ഈ മൂന്ന് അവയവങ്ങൾ നമ്മുടെ ജീവിതത്തെ പിശാച് പലപ്പോഴും നമ്മളെ അത് മുതലെടുക്കുന്നതാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ പ്രിയമുള്ളവരെ. ശരീരത്തിന്റെ വിളക്കെന്ന് പറയുമ്പോൾ കണ്ണാണ്. കണ്ണ് ചെവുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കുമെന്ന ലൂക്കോസ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നതാണ്. കണ്ണ് ദോഷമുള്ളതെങ്കിലോ ശരീരം മുഴുവൻ ഇരുട്ടായിരിക്കുമെന്ന. അപ്പോൾ കണ്ണ് ദോഷമുള്ളപ്പോൾ ശരീരം മുഴുവൻ ഇരുട്ടായിരിക്കുന്നു. കണ്ണ് നല്ലതാണെങ്കിലോ അത് എപ്പോഴും പ്രകാശം നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രകാശമായി ശരീരം മുഴുവൻ പ്രകാശിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ നാവിനെ കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ, സ്തോത്രം, 3 അവയവങ്ങൾക്കും 3 തരത്തിലുള്ളതായ സ്തോത്രം വിലയിരുത്തലുണ്ടെങ്കിൽ പോലും ഒന്നിനും തോറ്റുകൊടുക്കുവാൻ കഴിയാത്തതാണ് നാവെന്ന് പറയുന്നത്. നമുക്ക് നന്നായിട്ടറിയാം. സ്തോത്രം. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മരുന്നുന്നു, മരുങ്ങിയുമിരിക്കുന്നു. നാവിനെയോ മനുഷ്യക്കാർക്കും മരുക്കാവതല്ല. അതടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം ദൈവത്തെ സ്തോത്രം സ്തുതിക്കുന്നു എന്നുള്ള ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും സൂത്രവും പുറപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള മറ്റുള്ളവരെ എപ്പോഴും നോട്ടപ്പുള്ളികളായി കാണുന്നു. നമ്മുടെ കുറവശങ്ങളെ നമ്മൾ മറച്ചു വയ്ക്കുന്നു. അതല്ല പ്രിയമുള്ളവരെ, ഇവിടെ ഭക്തൻ ഹല്ലേലൂയ പറയുന്നില്ലേ ദൈവമേ എന്നെ ശോധന ചെയ്തറിഞ്ഞ് എന്നെ അറിയണം, എന്റെ ഹൃദയത്തെ അറിയണം എന്ന. താൻ ഒരു സുപ്രഭാതത്തിൽ ഒരു നിമിഷം താൻ ദൈവവുമായിട്ടുള്ള നല്ല ഒരു നിലവാരത്തിൽ എത്തിയ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ പിന്നത്തേലും അങ്ങോട്ട് വരുമ്പോൾ തൻ്റെ ഹല്ലേലൂയ സ്വഭാവത്തിൽ എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകൾ അറിയണമേ, വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്ന. പ്രിയമുള്ളവരെ, ഈ ഭക്തന്റെ അനുഭവം പോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവം എന്ന് നാം ഓരോരുത്തരും വാസ്തവമായും മനസ്സിലാക്കിയിരിക്കണം. നോക്കണേ, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ യിരെമ്യാവ് 17:10 പറഞ്ഞത് എന്താ? യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് ആന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുമ്പോൾ വാസ്തവമായും സ്തോത്രം നമ്മുടേതായ ബലഹീനതകളെ, ക്രോഷങ്ങളെ നാം കണ്ടറിഞ്ഞുകൊണ്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഈ ഭക്തനെ പോലെ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും വ്യസനത്തിലുള്ള മാർഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കർത്താവെ ശാശ്വത മാർഗത്തിലേക്ക് നടത്തണമേ എന്ന്, അതിനൊരു പരിഹാരം വരുത്തി തരണമേ എന്ന് വാസ്തവമായി നമ്മൾ അനുതാപമുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ സ്തോത്രം ദൈവമായിട്ടുള്ള ബന്ധം പുലർത്തുവാൻ
നമ്മളെ തിരുസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അപ്പോൾ ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും നിറഞ്ഞതാണെന്ന് പറയുമ്പോൾ സദൃശ്യം 4:23 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത്, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ വരുന്നതെന്ന് ജ്ഞാനിയിലും ജ്ഞാനിയായ ശലോമോൻ ഇവണ്ണം പറയുകയാണ് പ്രിയമുള്ളവരെ. അപ്പോൾ നോക്കണേ, സകല ജാഗ്രതയോടും കൂടെ നമ്മുടെ ഹൃദയത്തെ കാത്തുകൊള്ളണമെന്ന്. അപ്പോൾ നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് വല്ലാത്തൊരു സാധനമാണ്. അത് നമ്മെ പലപ്പോഴും ദൈവസന്നിധിയിൽ അകറ്റിക്കളയുവാൻ, നമ്മുടെ കണ്ണ് ദൈവസന്നിധിയിൽ അകറ്റിക്കളയുവാൻ, നമ്മുടെ നാവ് ദൈവസന്നിധിയിൽ അകറ്റിക്കളയുവാൻ, ഇതൊക്കെയും സ്തോത്രം സാത്താൻ അവന്റെ ഒരു ആയുധമായി നമ്മളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കും. അതിനുവേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ ഭക്തൻ ഇവണ്ണം പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ എന്നെ ശോധന ചെയ്ത് എന്നെ ഹൃദയത്തെ അറിയണമേ എന്ന് കൂടെ നമ്മൾ ദൈവസന്നിധിയിലെ സ്തോത്രം നമ്മുടെ പുറവശങ്ങളെ ദൈവസന്നിധിയിൽ പകരുമ്പോൾ ദൈവം ശാശ്വതമായ ഒരു മറുപടി നമുക്ക് തരും. ശാശ്വതമായ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. 143 സങ്കീർത്തനം 143 2 വാക്യം വായിക്കുമ്പോൾ അവിടെ സ്തോത്രം പറയുന്നതെന്ന്, എന്നെ ആവിഷ്കാരത്തിൽ പ്രവേശിപ്പിക്കരുതേ, ജീവനുള്ളവൻ ആരും തിരുസന്നിധിയിൽ നീതിമാനാകയില്ലല്ലോ എന്നാര് പറയുന്നത്? ഈ സ്തോത്രം ദൈവത്തിന് ഹൃദയപ്രകാരമുള്ള ദാവീദ് തന്നെയാണ് പറയുന്നത്. നോക്കണേ, ഹല്ലേലൂയ. അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുതേ, ജീവനുള്ളവർ ആരും തിരുസന്നിധിയിൽ നീതിമാനാകയില്ലല്ലോ എന്ന്. നോക്കണേ പ്രിയമുള്ളവരെ, സ്തോത്രം. അങ്ങനെയെങ്കിൽ നാം എന്തിനാ മറ്റുള്ളവരെ നാം കുറ്റപ്പെടുത്തണം? മറ്റുള്ളവരുടെ മുമ്പിൽ നാം വിരൽ ചൂണ്ടണം? നമ്മുടെ ഭാഗത്ത് നമ്മൾ വിരൽ ചൂണ്ടിയാൽ പോരെ? ദൈവത്തിന് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഭാഗത്ത് പുറവശങ്ങൾ വച്ചിട്ട് നാം എപ്പോഴും മറ്റുള്ളവരെ കുറ്റക്കാരായി കാണുമ്പോൾ സ്തോത്രം നാം വിധിക്കുന്ന വിധിയാൽ നാം വിധിക്കപ്പെടുമെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം അളക്കുന്ന അളവിനാൽ നാമും അളക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മൾ ആരും സ്തോത്രം നാം മറ്റുള്ളവരെ വിധിക്കുവാൻ പോകണ്ട. സ്തോത്രം. സങ്കീർത്തനങ്ങൾ 130 3 വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, 3 താഴോട്ട് വായിക്കുമ്പോൾ, യഹോവേ നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആർ നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ടെന്നാ. നോക്കണേ, അപ്പോൾ ദൈവത്തിന്റെ പക്കൽ വിമോചനമുണ്ട്, മോചനമുണ്ട്. സ്തോത്രം. നമ്മുടെ പുറവശങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാൻ ദൈവം തമ്മിൽ നമുക്ക് സ്തോത്രം നീക്കുപോക്കൾ വെച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമേ നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ, നമ്മുടെ പുറവശങ്ങളെ ദൈവം കണക്കിട്ടാൽ പിന്നെ നമുക്ക് ദൈവത്തിൽ നിൽക്കുവാൻ കഴിയുമോ? ഒരിക്കലും നിൽക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 4:4 വാക്യം വായിക്കുമ്പോൾ അവിടെയും സ്തോത്രം പറയുന്നത്, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധം വന്നില്ല എങ്കിലും അതിനാൽ ഞാൻ നീതിമാനെന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിലിരിക്കുന്നതും വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തുമെന്ന് അവിടെ ഇവണ്ണം എഴുതപ്പെട്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 4:4 വാക്യത്തിലാണ് ഞാൻ ഈ പറയുന്നത്. ദൈവത്തിൽ 4 വാക്യം ഇതിൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഇവണ്ണം പറയുന്നത് സ്തോത്രം. അങ്ങനെ തന്നെയാണ്. ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കും. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധം വന്നില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാനെന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. സ്തോത്രം. അന്ന് ദൈവത്തിൽ നിന്ന് പുകഴ്ച, അന്ന് ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് പുകഴ്ച ഉണ്ടാകുമെന്നാണ് പ്രിയമുള്ളവരെ ഇവണ്ണം അവിടെ ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് ബുദ്ധി ഉപദേശിക്കുന്നത്. നോക്കണേ, അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ വിധിക്കുവാൻ നാം ആരാണ്? സ്തോത്രം. അപ്പോൾ കർത്താവ് വരുമ്പോൾ നാം ഒന്നും വിധിക്കരുതെന്നുള്ളതാണ്. അപ്പോൾ അവനവന്റെ പ്രവൃത്തിക്ക് തക്കതായ പ്രതിഫലം ദൈവത്തിന്റെ പക്കലുള്ളപ്പോൾ നാം എപ്പോഴും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ആയിരിക്കുമ്പോൾ മാത്രമേ ദൈവം നമ്മെ വിലയിരുത്തി, നമ്മുടേതായ നിലവുകളെ വിലയിരുത്തി, നമ്മുടെ ഉള്ളങ്ങളെ വിലയിരുത്തി ദൈവം നമുക്ക് പ്ലസ് പോയിന്റ് ഇട്ട് തരുന്നത്. ദൈവത്തിന് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സദൃശ്യം 20:9 വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഈ ഭാഗം നമ്മൾ വളരെ പ്രധാനമായിട്ട് അത് ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. അവിടെ പറയുന്നത് എന്താ? സദൃശ്യം 20:9 വാക്യം, ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച്
പാപം ഒഴിഞ്ഞ് നിർമ്മലനായിരിക്കുന്നു എന്ന് ആർക്കു പറയാമോ? നോക്കണേ, പലപ്പോഴും മറ്റുള്ളവരെ ഹല്ലേലൂയ വിരൽ ചൂണ്ടുമ്പോൾ, ഒരു വിരൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ 3 വിരൽ നമുക്ക് ഇങ്ങോട്ട് ചൂണ്ടുകയാണ്. ഇങ്ങോട്ട് ചൂണ്ടണം. നിന്റെ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മളിപ്പോ ചിന്തിച്ചെന്താ? ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് പാപം ഒഴിഞ്ഞ് നിർമ്മലനായിരിക്കുന്നു എന്ന് ആർക്ക് പറയാമെന്നാണ് സലോമൻ പറയുകയാണ് സദൃശ 20:9. അപ്പോൾ നമ്മുടേതായ സ്തോത്രം, നമ്മുടെ ഭാഗത്ത് കുറവുണ്ടായിട്ട് പോലും നമ്മളെപ്പോഴും മറ്റുള്ളവരെ സ്തോത്രം ഒരിക്കലും അപവാദം പറയുകയോ അവർക്ക് നേരെ വിരൽ ചൂണ്ടുകയോ ചെയ്യരുത് പ്രിയമുള്ളവരെ. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നാം ആരും ദൈവസന്നിധിയിൽ സ്തോത്രം പെർഫെക്റ്റ് അല്ല, കുറവശങ്ങളുള്ളവരാണ് എന്ന് നാം ഓരോരുത്തരും തീരുമാനമെടുത്തുകൊണ്ട് നമ്മുടെ കുറവശങ്ങളെ ദൈവസന്നിധിയിൽ പകർന്നാൽ തീർച്ചയായും ദൈവം നമ്മുടേതായ കുറവശങ്ങളെ മനസ്സിലാക്കിയിട്ട് നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇവിടെ നിർത്തുവാൻ താല്പര്യപ്പെടുന്ന പ്രിയമുള്ളവരെ, ഒന്നുകൂടി കുറുവാക്യം ഒന്നുകൂടി വായിച്ചിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം പ്രാർത്ഥിക്കാം. ഇവിടെ പറഞ്ഞതെന്താ? സങ്കീർത്തനം 139 23 24 വാക്യം. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്ന് ഇവണ്ണം നമുക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഞാൻ 1 മിനിറ്റ് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവമേ സ്തോത്രം, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. കർത്താവേ, അതാ ഞങ്ങളാരും ദൈവസന്നിധിയിൽ പെർഫെക്റ്റ് അല്ല കർത്താവേ. കുറ്റങ്ങളും കുറവശങ്ങളും വിലങ്ങുള്ളവരാണ് പച്ച. അതുകൊണ്ട് ഞങ്ങൾ മറ്റുള്ളവരുടേതായ ആ കുറവശങ്ങളെ, ഭക്തനിൽ വണ്ണം പറയുന്ന തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്ന ആരെന്ന് സ്തോത്ര ഭക്തനിൽ വണ്ണം പറയുന്നത് പോലെ സ്തോത്രം, ഞങ്ങൾ മറ്റുള്ളവരുടെ തെറ്റുകളെ കാണാതെ ഞങ്ങളുടെ തെറ്റുകളെ തന്നെ ഞങ്ങൾ മുന്നമേ കണ്ടുകൊണ്ട് സ്തോത്രം ഞങ്ങൾ അങ്ങയിൽ തന്നെ അഭയം പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ പപ്പ. വിഷമത്തിൽ മാർഗം ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവമേ സ്തോത്രം, അത് ഞങ്ങളിൽ നിന്നൊക്കെ കർത്താവെ നീക്കി ഞങ്ങളെ സ്ഥാനപ്പെടുത്തണമേ അപ്പ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലമൂത്തങ്ങി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.